ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു മോഡലിനെ പറ്റിയാണ്. അതായത് സാധാരണ ഒരു ട്രക്കല്ല, ഒരു കുറച്ചും കൂടി ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഹെവി ഒരു സാധനമാണ്. ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും ഒന്ന് നോക്കി പോകും. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതൊരു 4x4 പോലെ 8x8 പിടുത്തൊക്കെയുള്ള അടിപൊളി ഒരു ട്രക്ക് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ട്രക്കല്ല, ജർമ്മൻ മിലിറ്ററി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 40 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. പിന്നെ ഇത് അടുത്തോടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ്സും അതേപോലെ ആ പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എല്ലാ ട്രക്കും മാൻ്റെ ട്രക്കുകളാണ്. പിന്നെ ഇവന് കുന്നും മല്ലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവാണ്. എല്ലാ വീലിലും പിടുത്തമുള്ളതുകൊണ്ട് തന്നെ അടിച്ചു പൊളിച്ച് അവിടെ കയറി പൊക്കോളും. പിന്നെ ഈ ട്രക്ക് മിലിറ്ററി ട്രക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ ട്രക്കിനെ ഇവരുടേതായ രീതിയിൽ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു വീട് പോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ ട്രക്കുകളെ. ഇവർ ഇപ്പോൾ 13 ആളേ ഉള്ളൂ, 2 ആൾ പിന്നെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഒരു അറബ് ടൂറിലാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഒമാൻ കവർ ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്നത്തെ അവരുടെ ക്യാമ്പിങ് ഈ ഒരു സ്പോട്ടിലാണ്, ബന്ദർ അൽ ഖൈറ എന്നുള്ള ഈ ഒരു സ്പോട്ടിൽ. സാധാരണ ട്രക്കുകൾ ഒരു ഷേപ്പല്ല, ഒരു യൂണീക്കായിട്ടുള്ള ഷേപ്പിലാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കാണുന്ന ആരും ഒന്ന് നോക്കി പോകും. പിന്നെ എല്ലാ ട്രക്കിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ഇവർ ഷെൽട്ടർ അഥവാ ടെൻറ്റ് സെറ്റാക്കിയിട്ടുള്ളത്. സേഫ്റ്റി നോക്കുന്ന സമയത്ത് അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ഈ കാണുന്ന ആളാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്, മിസ്റ്റർ ലൂക്ക്. ആളെ പറ്റി പറയുകയാണെങ്കിൽ ആൾ അടിപൊളി തന്നെയാണ്. കാരണം നമുക്ക് ഈ ട്രക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അവരുടെ ട്രിപ്പ് കാര്യങ്ങൾ, അതുപോലെ കൂടെയുള്ള ആളുകളെ പറ്റിയൊക്കെ അങ്ങനെ ഒരു ക്ലിയർ പിക്ചർ തന്നെ തന്നു. സാധാരണ ഇങ്ങനെയുള്ള ട്രാവലേഴ്സൊന്നും മറ്റുള്ള സ്ട്രേഞ്ചേഴ്സിനെ അവരുടേതായുള്ള പ്രൈവസിലേക്കൊന്നും കൊണ്ടുവരാറില്ല. പക്ഷേ ഇയാൾ എന്താണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഈ കാണുന്ന ട്രക്കിലാണ് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റുള്ള ട്രക്കുകളാണ് കൂടുതൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. ഈ 3 ട്രക്കുകളായിട്ട് 2000 ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ 13 ടയറിന്റെ സ്റ്റെപ്പിനി ഉണ്ട്. ഇത് മാത്രമല്ല, അത്യാവശ്യം ക്യാമ്പിങ് പറ്റിയ എല്ലാ ഐറ്റംസും ഇവർ ക്യാരി ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.